ചാങ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുന്നിലുള്ള സീറ്റിന്റെ കമ്പി വളയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് അത് അനക്കാൻ പോലും കഴിയുന്നില്ല. അത് കണ്ട് അയാൾ ഷോക്കാവുന്നു. കാരണം ഇതിനു മുൻപ് അയാൾ സ്റ്റീൽ പൈപ്പ് വളരെ ഈസിയായി വളച്ചിരുന്നു. അയാൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ ക്ഷീണിച്ച അയാൾ വിൻഡോയിൽ ചാരിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ ഇരുന്ന ബസിന്റെ കൺട്രോൾ നഷ്ടമാവുന്നു. അടുത്ത നിമിഷം തന്നെ ആക്സിഡന്റ് ആയി ബസ് മറിയുന്നു. അതിനകത്തുണ്ടായിരുന്നവരെല്ലാം പുറത്തു വരുന്നു. പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ അമ്മ മാത്രം സീറ്റിനടിയിൽ കുടുങ്ങുന്നു. ഉടനെ ബസ്സിനകത്തേക്ക് വന്ന ചാങ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാളെ കൊണ്ട് ആ സീറ്റ് അനക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അയാൾക്ക് താൻ പുതുതായി വാങ്ങിയൊരു മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് ആ പവർ കിട്ടിയതെന്ന് മനസ്സിലാവുന്നത്. ഉടനെ അയാൾ ആ മെഡിസിൻ എടുത്ത് കഴിച്ചതും അടുത്ത നിമിഷം തന്നെ അയാൾ സ്ട്രോങ് ആയതായി ഫീൽ ചെയ്യുന്നു. അയാൾ വേഗം തന്നെ ആ സ്ട്രെങ്ത് യൂസ് ചെയ്ത് സീറ്റിളക്കി മാറ്റി അവസാനം ആ അമ്മയും മകളെയും രക്ഷിക്കുന്നു. അതിനുശേഷം അവരെ സേഫായ സ്ഥലത്താക്കി അയാളുടെ കാശെടുക്കുന്നതിനായി ബസ്സിനടുത്തേക്ക് വരുന്നു. പക്ഷെ അയാൾ അടുത്തെത്തിയതും ബസ് ബ്ലാസ്റ്റായി അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ അയാളുടെ ധൈര്യത്തെ പ്രശംസിക്കുന്നു. പക്ഷെ അയാളുടെ ചിന്ത മുഴുവൻ കത്തിപ്പോയ തന്റെ കാശിനെ പറ്റിയാണ്. അതിനുശേഷം വീട്ടിലേക്ക് വന്നയാൾ കാഷ്വലായി ഫേസ് വാഷ് ചെയ്തതിനു ശേഷം എന്നത്തെയും പോലെ തന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. നോക്കുമ്പോൾ ഇന്നയാൾ ചെയ്ത കാര്യങ്ങൾ വൈറലായി ഒറ്റ രാത്രി കൊണ്ട് അയാൾ ഒരു ഹീറോയായി മാറിയിരിക്കുന്നു. എല്ലാവരും കരിപുരണ്ട ആ ഫേസ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾ തന്റെ കാശിനെ പറ്റി ഓർത്ത് വിഷമിക്കുമ്പോൾ ഫ്രണ്ട് അയാൾക്ക് പോലീസിന്റെ അടുത്ത് പോയാൽ റിവാർഡ് കിട്ടുമെന്ന ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുന്നതിനായി ഫേസിൽ കരിപൂശി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളും ഫേസിൽ കരിപൂശി വന്ന് നിൽക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ റിവാർഡ് വാങ്ങുന്നതിനായി ഓൾറെഡി ഒത്തിരി പേർ ഫേസിൽ കരിപൂശി കൊണ്ടുവന്നിരിക്കുന്നു.